أنت نور الله فجرا جئت بعد العسر يسرا ربنا علاك قدرا يا إمام الأنبياء أنت في الوجدان حي أنت للعينين ضعي أنت عند الحوض ري أنت حاد الوصفي يا حبيبي يا محمد يا نبي سلام عليك يا رسول سلام عليك يا حبيب سلام عليك صلوات الله عليك. അനാഥത്വം ഒരു ദൗർഭാഗ്യമായി കാണാറുണ്ട്. അനാഥരായവർക്ക് മാത്രമേ അതറിയാൻ പറ്റൂ. പലപ്പോഴും പലതും ലഭിക്കാതെ പോകും. പ്രത്യേകിച്ചും ശരിയായ ഒരു ശിക്ഷണം ലഭിച്ചെന്ന് വരില്ല. എന്നാൽ ഇതൊന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബാധിച്ചിട്ടില്ല എന്നു മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനാഥത്വത്തിൽ ചില തത്വങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഈ വിഷയം സവിശേഷമായി പഠനം നടത്തിയവർ അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. പ്രവാചക കുടുംബ പരമ്പരയിലെ ഉന്നത ഇമാമായ ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആരോടും ഒരു കടപ്പാടുമില്ലാത്ത അവസ്ഥയിൽ വളരാൻ വേണ്ടിയായിരുന്നു അത് എന്ന്. തങ്ങളുടെ മുഴുവൻ മഹത്വവും അള്ളാഹുവിൽ നിന്ന് നേരിട്ടുള്ളതാണ് എന്ന രൂപത്തിൽ പരിചരിക്കപ്പെടാനായിരുന്നു അത്. അള്ളാഹുവാണ് എനിക്ക് ശിക്ഷണം നൽകിയത്, അത് ഉത്തമ ശിക്ഷണമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. അള്ളാഹു ഔന്നിത്യം നൽകിയ ആരും ഉന്നതരാകും. അനാഥത്വം അതിന് തടസ്സമല്ല. പ്രാരാബ്ധങ്ങൾ സഹിച്ചു വളർന്ന വ്യക്തിക്ക് പാവപ്പെട്ടവരുടെ വേദനകൾ വേഗം തിരിച്ചറിയാനാകും. എക്കാലത്തും വരുന്ന യതീമുകൾക്ക് എന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും യതീമായിരുന്നല്ലോ എന്ന ചിന്ത ആശ്വാസം നൽകും. പ്രവാചകരുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാ കഴിവും പ്രാപ്തിയും ദൈവദത്തമാണ്, ആരിൽ നിന്നും കടം കൊണ്ടതല്ല. ഇങ്ങനെ ഒരുപാട് തത്വങ്ങൾ ഈ അനാഥത്വത്തിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. സർവോപരി പടച്ചവൻ അവന്റെ ഹബീബിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ടുള്ള പരിചരണത്തിൽ വളർത്താൻ തീരുമാനിച്ചു. तो जहां के आप वाली आपके औसाफ आली आपकी सीरत मिसाली दीजिए इश्क बिलाली मेरे मौला मेरे सरवर आप आला आप बरतर कह रही है सूरे कौसर आपका दुश्मन है अब तर या नबी सलाम अलैका या रसूल सलाम अलैका या हबीब सलाम अलैका सलवातुल्लाह अलैका आप हैं यासीन और ताहा मेरे आका मेरे शाह हो गया तब्दील किबला आपने जिस तरह चाहा जिंदगी है उनका सदका बंदगी है उनका सदका रोशनी है उनका सदका हर खुशी है उनका सदका या हबीबी या मुहम्मद या नबी सलाम अलैका या रसूल सलाम अलैका या हबीब सलाम अलैका सलवातुल्लाह अलैका. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ താലിബിന്റെ ഒപ്പം, അതായത് മുത്തുനബിയുടെ എളാപ്പയുടെ കൂടെ സന്തോഷപൂർവ്വം ജീവിക്കുകയാണല്ലോ. പ്രവാചകരുടെ പ്രസന്നതയും ഉന്മേഷവും ഏറെ ശ്രദ്ധേയമായിരുന്നു. അക്കാലത്തെ ജീവിതാനുഭവങ്ങളിൽ ഇങ്ങനെ ഒരു പരാമർശമുണ്ട്: പ്രഭാതത്തിൽ എല്ലാവരും ചവയോടെയായിരിക്കും എഴുന്നേൽക്കുക. അതായത് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാവുമല്ലോ ഒരു ഉറക്കച്ചടവ്, അതുപോലെ ആയിരിക്കും എല്ലാവരും എഴുന്നേൽക്കുക. എന്നാൽ പ്രവാചകരിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ അപ്രകാരം ഒരു ചടവോ ചുളിവോ കണ്ടിരുന്നില്ല. എപ്പോഴും നല്ല വൃത്തിയും ചിട്ടയും നിലനിന്നിരുന്നു. തലമുടി എപ്പോഴും ക്രമത്തിലുള്ള എണ്ണ പുരട്ടിയ പോലെ വൃത്തിയിലാക്കുമായിരുന്നു. ഊണിലും ഉറക്കിലും ഒപ്പം കൊണ്ടു നടന്ന അബൂ താലിബ് ഒരു അനുഭവം പങ്കുവെച്ചു. ചെറുപ്പത്തിൽ ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, മുഹമ്മദ് നബിയെ വളർത്തിയിരുന്ന കാലം എപ്പോഴും എനിക്കൊപ്പം തന്നെ ഉണ്ടാകും. ഒരിക്കൽ ഉറങ്ങാനൊരുങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ,
ഇരുട്ടുള്ള രാത്രിയല്ലേ, വസ്ത്രമഴിച്ചു വെച്ചിട്ട് കിടന്നോളൂ. വിവസ്ത്രരായ ആളുകൾ കഅബയെ പ്രദക്ഷിണം ചെയ്യുന്ന കാലമാണത്. അപ്പോൾ തന്നെ മുഖത്ത് അനിഷ്ടം പ്രകടമായി. എന്നെ അനുസരിക്കണമല്ലോ എന്നതിലും നിരസിക്കാനും വയ്യ. എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്റെ ഭാഗത്തേക്ക് നോക്കാതെ മറുവശത്തേക്ക് നോക്കൂ. എന്റെ നഗ്നത ആരും കാണുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ തിരിഞ്ഞു കിടന്നു. അപ്പോഴേക്കും വസ്ത്രം മാറ്റി വിരിപ്പിൽ വന്നു കിടന്നു. രാത്രി എപ്പോഴോ ഒന്ന് ഉണർന്നപ്പോൾ ഞാൻ മകനെ ഒന്ന് പരതി നോക്കി. മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത ഉന്നത വസ്ത്രമണിഞ്ഞു കിടക്കുകയായിരുന്നു മോൻ. നല്ല കസ്തൂരിയുടെ ഗന്ധവും റൂമിൽ നിറഞ്ഞു നിന്നു. ഞാൻ ആശ്ചര്യപ്പെട്ടു. അബൂ ത്വലിബ് തുടരുന്നു, പല രാത്രികളിലും ഉറക്കറയിൽ മകനെ കാണാറില്ല. പെട്ടെന്ന് പരിഭ്രമിച്ച് ഞാൻ വിളിക്കും, മോനെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടേ എന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെടും മുത്തുനബി. പല 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 പാതിരാത്രികളിലും എനിക്ക് പരിചയമില്ലാത്ത സംഭാഷണങ്ങൾ കേൾക്കും. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ബിസ്മില്ലാ എന്ന് ചൊല്ലും. ശേഷം അൽഹംദുലില്ലാഹ് എന്നും ചൊല്ലും. ഇങ്ങനെ ഒരു പതിവ് നേരത്തെ ഞങ്ങൾക്ക് പരിചയമുണ്ടായിരുന്നില്ല. कुफर की जुल्मत जिसने मिटाई, कुफर की जुल्मत जिसने मिटाई, दीन की दौलत जिसने लुटाई, लहराया तौहीद का परचम सल्लल्लाहु अलैहि वसल्लम, जिसमें मुज़क्का रूह मुसव्वर, क़ल्ब मुजल्ला नूर मुक़द्दर, हुस्न सरापा खैर मुजस्सम सल्लल्लाहु अलैहि वसल्लम, बज़्म मिलल थी नज़्म से खाली, बिखरे हुए थे हक के लियाली, कर दिए सब आके मुनज़्ज़म सल्लल्लाहु अलैहि वसल्लम, वहम की हर जंजीर को तोड़ा, रिश्ता एक खुदा से जोड़ा, शिरक की महफिल कर दी बरहम सल्लल्लाहु अलैहि वसल्लम, फर्द जमात अमर व इताअत, कसब व कनाअत, अफ़्व व शुजाअत, हल किए जो इसरार थे मुबहम सल्लल्लाहु अलैहि वसल्लम, जिस पे तसद्दुक वही इलाही, कंकरियां दे जिसकी गवाही, जिसका तफव्वुक सब पे मुसल्लम सल्लल्लाहु अलैहि वसल्लम, खल्क़ खुदा का राही आखिर, दीन खुदा का दाई आखिर, जिसकी दावत असलिम तुसलम सल्लल्लाहु अलैहि वसल्लम, संके वसदार हुए शिफा दी, ताने सुने और नेक दुआ दी, जख्म सहे और बख्शा मरहम सल्लल्लाहु अलैहि वसल्लम, राह में कांटे जिसने बिछाए।